ചികിത്സയുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണ് മുസ്ലിം സമുദായം. ചേർന്ന് നിൽക്കാൻ പ്രചോദനം നൽകുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ, അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് കീഴിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ, മർക്കസിന് കീഴിലടക്കം ധാരാളം ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൃത്യമായ പ്രസവങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. ഇതുപോലുള്ള ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും മുസ്ലിം സമുദായം. പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അശാസ്ത്രീയമായ ചില ചികിത്സാ മുറകൾ എന്ന പേരിൽ പ്രചരിക്കുന്നുവെങ്കിൽ അത് ചില വ്യക്തികളുടെ മാത്രം താല്പര്യങ്ങളാണ്. ഇന്നും ഖാസിം വലിയുല്ലാഹി തങ്ങളെ മക്കാമിൽ വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ പ്രസവം നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട്? ഇന്നും നിലനിൽക്കുന്നു. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ വളരെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നുകൊണ്ടാ പറയുന്നത്, അതെ മോൾക്ക് ഗർഭമാണ്, വല്ല ചെയ്ത്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോഴത്തിന് ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓലൊക്കെ കൈവെട്ടുകാനും മെഡിക്കൽ കോളേജിൽ പിന്നെ പോലെ അല്ലേ? അല്ലാഹു റബ്ബി. പ്രസവിച്ചാലും അങ്ങനെ തന്നെ. ആദ്യത്തെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്. യാ അല്ലാഹ്. ഞാൻ എന്റെ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ വെച്ചു തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ടില്ല. ഇതൊന്നും തുള്ളിയൊന്നും അല്ല, ക്ലാസ്സിൽ തന്നെയാണ് കൊടുക്കലാണ്. അതെത്താ തുള്ളി? അവനാന്റെ കുട്ടികളല്ലേ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ ഞാൻ കൊടുക്കലാണ്. അല്ലാഹു റബ്ബി. അപ്പൊ ഡോക്ടർക്ക് കഥ മനസ്സിലായി. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്. നമ്മളെ മർക്കസിലെ മുദരിസുണ്ട് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അനുജനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് പോലെ എല്ലാവരും പെണ്ണുങ്ങളും 10, 12, 15 ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്നാണ് പ്രസവിക്കുന്നത്. ഇന്നും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം. എന്തേ? ഖാസിം വലിയുള്ള അവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ണീർ കഴുത്തിൽ കഴിയുന്നത് ഏതിനു വേണ്ടിയാണ്? പ്രസവത്തിന്റെ വേദന കെട്ടിയിട്ട് വിഷമിച്ചിട്ട് അതിന് ശുശ്രൂഷിക്കാൻ ആളില്ല, പരിഹാരത്തിന് മാർഗമില്ല. അവിടെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് അവിടെയാണ് കാണിച്ചു. ഞാൻ മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി കവരത്തി ദ്വീപിലുള്ള മഹാന്റെ മഖബറയിൽ ഒരു 6 or 5 തവണ സിയാറത്തിന് പോയിട്ടുണ്ട്. ആ മഹാന്റെ ജീവിതകാലത്തിൽ എഴുതിയ പിഞ്ഞാണം ഇന്നും അവിടെ പോയാൽ കാണും. ആ പ്ലേറ്റില് മഹാന് പ്രസവവേദനയുടെ വേദന കുറയാൻ വേണ്ടി എഴുതി കൊടുത്തൊരു പിഞ്ഞാണമുണ്ടവിടെ. ഒരു വല്യമ്മാന്റെ കയ്യിലാണത്. ആ വല്യമ്മാനോട് ഞാൻ പോയിട്ട് പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ഒതുക്കങ്ങൾ പഞ്ചായത്തില് മറ്റത്തൂരിലുള്ള ഉസ്താദാണ്, ഞാൻ ചെറിയ ചികിത്സകളൊക്കെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എന്റെ വീട്ടില് പ്രസവത്തിന്റെ പ്രശ്നം പറഞ്ഞ ആളുകൾ വരലുണ്ട്, അവർക്ക് വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റിയ ഒരു വെള്ളമുണ്ടല്ലോ ഇവിടെ, മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി തങ്ങൾ എഴുതിയ പിഞ്ഞാണമില്ലേ, ആ വല്യമ്മ നേരെ ചാവിയെടുത്ത് വന്നൊരു ചെറിയ റൂം നമ്മളെ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിംഗ് പോലെ ഒരു 130 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമുണ്ട്. ആ റൂമിന് ഒരു വാതിലുണ്ട്. അത് തുറന്നിട്ട് ആ പ്ലേറ്റ് എന്റെ കയ്യിൽ തന്നു. ഞാനൊന്ന് ചുംബിച്ചു പോയി. 500 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ എഴുത്ത് ഇപ്പയും ആ പ്ലേറ്റിൽ കാണാം. അതിൽ വെള്ളമൊഴിച്ച് കലക്കിയിട്ട് ഞാൻ എന്റെ കുപ്പിയിൽ ഒഴിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വാട്സപ്പിലൊക്കെ ഞാൻ പല ഗ്രൂപ്പുകളിലേക്കും പറഞ്ഞു വിട്ടിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന്, കൊല്ലം ജില്ലയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്നൊക്കെ പലവരും വന്ന് വെള്ളം കൊണ്ടുപോകലുണ്ട്. അൽഹംദുലില്ലാഹ്. പ്രസവവേദന വരുന്ന സമയത്ത് അതങ്ങ് കുടിച്ചാൽ സ്ത്രീകൾക്ക് വേദന അറിയൂല. സിസേറിയൻ ഇല്ലാതെ പ്രസവിക്കുന്നതാ. നമ്മുടെ നാട്ടിൽ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലം മുമ്പേ നിങ്ങളുടെ ഈ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാടെന്താണെന്നറിയോ? ആ പ്രസവവേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും.
വേറെ ഒരു പെണ്ണ് വുദൂവെടുത്തിട്ട് അങ്ങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗലിദ് കിതാബ് എടുത്തിട്ട് ബദരീങ്ങളെ വിളിക്കോ ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഹി വബിഹംദിഹി ശുക്റൻ അലൽ നിഅമായി. ബദർ ബൈത്ത് ചൊല്ലിയിട്ടും പെണ്ണിന്റെ പ്രസവ വേദന വൈകിപ്പോയാലോ അവിടെ നഫീസത്ത് മാല ചൊല്ലും, മഞ്ഞക്കുളം മാല ചൊല്ലും, മുഹയ്യിദ്ദീൻ മാല ചൊല്ലും, റിഫായി മാല ചൊല്ലും. ഇത് ചൊല്ലിക്കഴിയുമ്പോഴേക്കും റാഹത്തായി പെണ്ണ് പ്രസവിക്കും. ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു സിസേറിയനും വേണ്ട, ഒരു ബോധം കെടുത്തലും വേണ്ട, ഒരു കട്ടിങ്ങും വേണ്ട, ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട, പെണ്ണ് പ്രസവിക്കും. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അല്ലാതെ കട്ടും കിട്ടുമൊന്നും വേണ്ട. പ്രസവിക്കും. പ്രസവിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹസനി നമ്മുടെ പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല. എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ്. അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും. അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ്. പകര ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, ഈ പെണ്ണ് പെറ്റിട്ടില്ല. അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി. അപ്പയാണ് എപി ഉസ്താദ് ഇവിടെ ചാലിയത്ത് വരും. പകര ഉസ്താദ് പറഞ്ഞു സങ്കടം. എന്റെ ഒരു സുഹൃത്ത് എന്റേത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട്, അവൾക്ക് ഇതുവരെ പ്രസവവേദന വന്നിട്ടില്ല ഉസ്താദ്. എപി ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട. നല്ല 3 വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ, ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ. ആ സെന്റൻസ് കൊണ്ട് വെറ്റില അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു വെറ്റില ചവച്ചറക്കാൻ കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം, മൂന്നാമത്തതും കൊടുത്താൽ ഈ 4 മണിക്കൂറിന്റെ ഉള്ളില് പ്രസവിക്കുന്നതാ. ഇത് വിശ്വസിക്കുന്നവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ചികിത്സയുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് വളരെ കൃത്യമാണ്. ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണ് മുസ്ലിം സമുദായം. ചേർന്ന് നിൽക്കാൻ പ്രചോദനം നൽകുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ, അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് കീഴിൽ, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ, മർക്കസിന് കീഴിലടക്കം ധാരാളം ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കൃത്യമായ പ്രസവങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. ഇതുപോലുള്ള ശാസ്ത്രീയമായ ചികിത്സാ മുറകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും മുസ്ലിം സമുദായം. പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അശാസ്ത്രീയമായ ചില ചികിത്സാ മുറകൾ എന്ന പേരിൽ പ്രചരിക്കുന്നുവെങ്കിൽ അത് ചില വ്യക്തികളുടെ മാത്രം താല്പര്യങ്ങളാണ്.